ഓ എൻ്റെ പൊന്നെ അടിച്ച മോനോ. അടിപൊളി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമായിരുന്നു കേട്ടോ. അടിച്ചടിച്ച് അമ്പടാ. ആ കൊള്ളാം, സൈസ് ഉണ്ട് കേട്ടോ. നാടൻ വരാനാണല്ലോ. അതെ, ചെറിയ പുള്ളി ഉണ്ടോ? നാടൻ എനിക്ക് ക്രോസ് ആണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ അതെ. ആ ഒരു സ്പിൻ ഇതുണ്ടോ? ഒരു കളറുണ്ടോ? അല്ല, ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. അടിപൊളി. കൊള്ളാം എന്തായാലും. അത് നല്ല ബുക്കപ്പ് കേട്ടോ. ആ ഇല്ല ഇല്ല ഇല്ല. അടിച്ച മോനോ. ഒമ്പടാ വരാലോ കേട്ടോ. അടിപൊളി. നാടനാ? അല്ല അല്ല അല്ല, നാടനാണല്ലേ വരുന്ന സൈസ് കേട്ടോ. കിണ്ണ സാധനം. നല്ല ബുക്കപ്പ് അല്ലേ? രണ്ടും കയറിയില്ലേ? രണ്ടും ബുക്കപ്പും കയറി. അടിപൊളി. അടി കിണ്ണ സാധനം കേട്ടോ. ഒരു കിലോ ഉണ്ട്. ഒരു കിലോ എടുത്തുണ്ട്. ആഹാ. ഓ, ഇത് ഒരു കിലോ ഉണ്ട് കേട്ടോ. ഇടുക്ക് ഹുക്കപ്പ് ഉണ്ടോ? അത് രണ്ട് നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. ആ, ഇത് ഉരുണ്ടിരിക്കുന്നല്ലേ? ഇത് ഈ സൈഡിൽ നോക്കുമ്പോ തന്നെ ഉണ്ടോ വലിപ്പം കണ്ടില്ലേ? ഇതുണ്ടോ, വീതി ഉണ്ടോ? അതെ, കിടിലൻ സാധനം കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ എന്താല്ലേ? രണ്ട് ഹുക്കും കറക്റ്റ് കയറിയിട്ടുണ്ട്. നല്ല സൈസ്, നല്ല ഒരു കിലോ എന്തായാലും ഉണ്ട്. എല്ലാവരും മേലെ പോകും. കിട്ടിക്കാൻ സാധനം അത്. കൊള്ളാല്ലേ? കൊള്ളാം. ഓക്കെ, വലയക്കെട്ട. യെസ്. ആദ്യം ചെറുമീനാന്ന് വിചാരിച്ചത് ഞാൻ. എനിക്ക് സ്ട്രൈക്ക് കണ്ടപ്പോൾ ചെറുമീൻ പോലെ തോന്നി. അവിടെ അത് അയ്യോ, ആ കുഴപ്പമില്ല. ആ, അടിപൊളി. ആ, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഒരു 400 ഞാൻ കാണും. എടുക്കാൻ സൈസ് അത് അല്ലേ? ആ, എടുക്കാൻ സൈസ് ഉണ്ടോ? കൊള്ളാം. എൻ്റെ പൊന്നെ. അയ്യോ, ഞാൻ കിടിലെ ഹുക്കപ്പ് എന്ന് പറയാൻ പോയതാ. ഈ കൈ കരയ്ക്ക് വന്നിട്ട് കൈന്ന് പോകുമ്പോണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടത്. ആ
അതേ ചീറ്റടപ്പുണ്ട്, ഇച്ചിരി കീറലുണ്ടെന്നേ ഉള്ളത്. ഇത് കെട്ടാനുള്ള ആ സമയം, എത്ര സമയം നമുക്ക് വേസ്റ്റ് ആവും. അതാ പാട്. അതെ, ഞാൻ കണ്ടു. യാസ് വരുന്നുണ്ടോ? പിന്നെ അല്ല, വരുന്ന കണ്ടില്ല, അടിക്കുന്ന ഞാൻ കണ്ടത്. വരുന്നുണ്ട്. ആ പുല്ലിന്റെ അടി കൂടെ ഓണം നളിച്ചങ്ങ് വന്ന് അടിക്കുന്നു. അടിപൊളി. ആ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമായിരുന്നു കേട്ടോ. അത് കറക്റ്റ് അല്ല കേട്ടോ, പുറത്തേക്ക് വന്നിട്ടില്ല. ഇല്ല, അണ്ണാക്കി കയറി. എന്തായാലും എടുത്ത് ഗ്രിപ്പർ എടുത്ത് ഇത് പിടിച്ച പോലും ഗ്രിപ്പറിന് ഇതിൻ്റെ അകത്തിട്ട. ആ, കിടക്കാൻ എൻ്റെ പൊന്നട പോയല്ലേ. അയ്യോ, സ്റ്റിക്ക് താഴെ വെച്ച് ചെളിയാവും. അതാണ് ഇവിടെ നിന്ന് കളിച്ചത്. അവിടെ നിന്ന് കളിച്ചത്. ആ, ഇതൊരു 3/4 കിലോ ഉണ്ട് കേട്ടോ. പിന്നെ സാധനമാ അടിപൊളി, നല്ല സൈസാണ് കിട്ടിയ കേട്ടോ. ഇത് മൊത്തം വീട്ടിലെ സാധനം കേട്ടോ. അല്ലേ, വണ്ണം കണ്ടോ? പൊളി സാധനം, അടിപൊളി. ഓക്കെ, വരാൻ കയറ്റിയേക്കാം. ചുറ്റും വെള്ളമാണ് നമ്മൾ നിൽക്കുന്നിടത്ത്. എടുക്കാണ് പഠിച്ച് ആഴെ പോയി കഴിഞ്ഞാൽ പോയതാ. അയ്യോ അയ്യോ അയ്യോ, പോയി 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 മോനോ. ഫ്രോഗ് പോയി വെളി. എൻ്റെ ചീറ്റോ പോയി. ചീറ്റോ കിട്ടി. ഞാൻ കരുതി പോയാന്ന് വിചാരിച്ചോട്ടോ. എൻ്റെ പൊന്നെ, ക്രാക്ക് വീണോ നോക്കട്ടെ. എൻ്റെ മഴയാണോ വരുന്നത്? ആ, ട്രെയിൻ പോകുന്നതാണോ? ട്രെയിൻ പോകുന്ന സൗണ്ടാണോ? ഇവിടുന്ന് സ്ട്രൈക്ക്. പക്ഷെ കുഞ്ഞിതാ, കുറേ വന്നടിച്ച്. കുഞ്ഞിതാ കണ്ട. പോയി കണ്ട അവൻ അടിക്കുന്നത്. അവനടിക്കാൻ കിട്ടുന്നില്ല. അത് ഒത്തിരി ചെറുതായിരിക്കുമല്ലോ, നോക്കാം. എന്നാലും വലിപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടിയുടെ സൗണ്ട് ആയിട്ട് അത്യാവശ്യം വലിപ്പമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കുറച്ചുകൂടി ഇപ്പറേന്ന് വലിക്കാവോ? ഇപ്പറ പുല്ലാര 3 പുല്ലിങ്ങനെ പൊങ്ങിക്കുന്നില്ലേ? ആ, അതിൻ്റെ മേളിൽ കൂടി വലി. കുറച്ചും കൂടി മാറ്റി എറി. ആ, അത് കറക്റ്റാ. ആ, ബെസ്റ്റ്. ചെറുമീൻ അടിക്കുന്നത് അത് ഉടക്കിയതാ. ആ, ഇല്ല. പക്ഷെ അത് തന്നെയാണോ ഇപ്പം അടിച്ചത്? നേരത്തെ അടിച്ചത് അത് വേറെയാണെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടിയില്ല. പ്രോഗ് അടിച്ചാൽ കിട്ടിയില്ല. അത് വലിച്ചവനടിക്കും. ഇല്ലില്ല, കിട്ടിയില്ല. പ്രോ കിട്ടിയില്ല. അവൻ വാലുകൊണ്ട് തട്ട് വരുന്നത്. ആ, വലുതാ അത്.
ഉണ്ടോ ഉണ്ടോ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കയറത്തില്ല അവൻ ഇതിൻ്റെ അകത്ത് കയറത്തില്ല. അതിൽ കയറും, ഒറ്റയടിക്ക് അവൻ കയറും. കിട്ടിയില്ലേ? ആ നേരത്തെ സ്ട്രൈക്ക് ചെയ്തവൻ തന്നെ അത്. ഇതുകൊണ്ടൊന്നും ആരും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. ആദ്യം മനുഷ്യനായി കാണാൻ നോക്കി. ഇല്ല, അടിച്ചില്ല. അവനാ അടിച്ച് കളയുന്നതേ ഉള്ളൂ. അടിച്ചടിച്ച് അമ്പടാ ഉടക്കിയല്ലോ മോന്. അല്ല പുല്ലിൻ്റെ അകത്തോട്ട് പോയി. ഓക്കെ, നല്ല ഉക്കപ്പാണെങ്കിൽ പോരും. പുല്ലിൻ്റെ അകത്താ കയറും. വരുന്നുണ്ട്. നല്ല വരാല്ലോ കേട്ടോ. ബാക്കിയുള്ള മിണ്ടായിരിക്കട്ടെ ഞാനീ പറയുമ്പോ. പക്ഷേ എന്റെ അപ്പുറത്തേക്ക് അമ്മച്ചിട്ടുണ്ടായി. അമ്മച്ചി പറയുന്നത് ഏജ് ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഇങ്ങനെ വെയിറ്റ് ഇത്രയും നേരം നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അത്ര ഏജ് ഇല്ല പോലെ മൈൻഡ് ചെയ്യും. ഞാൻ ഇതന്നെ അവരവസ്ഥ. പുള്ളി അത്രയും പ്രായം ഉണ്ടായിട്ടും അല്ലേ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ദൈവത്തെ തൊട്ടടുത്തില്ലേ. അടിപൊളി സൈസ് കേട്ടോ. ഇവരാദ്യം വാലുകൊണ്ട് അടിച്ചു കളയുമായിരുന്നത്. ഇത് വിയറ്റ്നാം കേട്ടോ, പക്ഷെ നല്ല സൈസാ. വീണ്ടും ഉണ്ടോ അവിടെ? അടിപൊളി. ഇതുണ്ടോ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ? ഫ്രോഗ് ഉണ്ടോ നോക്കി ഇവന്. ഇവനെ അടിച്ചില്ലെന്ന് വിചാരിച്ചു, എന്നിട്ട് ഞാൻ ഹുക്കപ്പ് കൊടുത്താ. കൊള്ളാം. ഇത് ഗ്രിപ്പർ എന്ത് മോനു? ഗ്രിപ്പറല്ലേ കൈ ഇരിക്കുന്നത്. എൻ്റെ പൊന്നെ, ഞാൻ ഗ്രിപ്പർ തപ്പോയോ. ശരിക്കും പറഞ്ഞ പ്ലെയർ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയത്, അപ്പോഴും ഗ്രിപ്പറാന്നുള്ള ഓർമ്മ ഒന്ന് മനസ്സ് ഇതായി. ഓ താരം പോയല്ലോ. എനിക്ക് ഓടിയില്ല, അവിടെ വെച്ച് പോകുന്നുള്ളത് ഓടിക്കാന്നുള്ളത് മനസ്സിലോട്ട് ഓടി. ഈ സാധനം എടുത്തിട്ട് ഈ പുല്ലെത്താൻ നേരത്തെ യാസി എനിക്ക് അടിച്ച് അടിച്ചു അടിക്കത് പറയാൻ പറ്റത്തില്ല. അടിപൊളി. ആ ഹുക്കപ്പിന്റെ പവർ കൊണ്ടാണ് ഊരി പോകാഞ്ഞത്. അല്ലെങ്കിൽ അവൻ എപ്പോഴേ പോയനെ. അത് കറക്റ്റ് അണ്ണാക്കിലാണ് കയറിയിരുന്ന കേട്ടോ, അകത്തായിരുന്നു. ഞാൻ അടിച്ചില്ലെന്ന് വിചാരിച്ചോട്ടോ. ഓ എൻ്റെ പൊന്നെ, ഒറ്റ വലിക്ക് കരക്ക് കയറി. അയ്യോ അടിപൊളി. അയ്യോ ഓ വെള്ളം കേട്ടോ, ഇത് കലിപ്പില്ല. എൻ്റെ പൊന്നെ നല്ല കിണ്ണൻ ഉക്കപ്പ് കേട്ടോ. ലിസാർഡിൽ കണ്ടോ വെള്ളം നാടനാണ് കേട്ടോ.
നൈസ് വരാല, അടിപൊളി. കണ്ടോ ഹുക്കപ്പ് കിടക്കുന്നുണ്ടോ? നല്ല നല്ല കയറ്റം. നാക്കല കയറിയിരിക്കുന്നുണ്ടോ, ഫ്രോഗ് തിരിഞ്ഞ് നാക്കല കയറിയിരിക്കുന്നത് കണ്ടോ. നല്ല വരാല, സൈസ് വരാല കേട്ടോ, കൊള്ളാം, അടിപൊളി. അടുത്ത് വന്നപ്പോഴാണ് അടിച്ചത്, ഒറ്റ ഹുക്കപ്പ് നേരെ കരയ്ക്ക്. അല്ല സൈസാണ് കേട്ടോ. ഓക്കെ, അലക്കേറ്റാ. ഉണ്ടോ? 1.5 കിലോ മേളിലുണ്ടെന്ന് തോന്നുന്നു. പഴുത്തല്ലേ ഇത്? അല്ലേ? അതെ, അത് മഞ്ഞ കളർ തോന്നുന്നു. അതിനപ്പുറത്ത് കുഞ്ഞു മഞ്ഞ അല്ല, ചുമ്മാ തിന്നാന്നേ ഉള്ളൂ, അല്ല കാര്യമില്ല. കിഴമ്പ് കുറവല്ലേ? ഇതൊക്കെ കണ്ടു നല്ല പഴുത്താൽ വിചാരിക്കും. നല്ല സാധനം. കടിച്ചു നോക്കിയേ, നൈസ് സാധനം. അതെ, അതുപോലത്തെ അപ്പുറം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നോക്കിയേ, അതല്ല